സോ ഗൈസ് വി ആർ ഡ്രൈവിംഗ് എ GTA. സോ സുരേഷ് എന്ന് പറയുന്ന സാറിൻ്റെയാണ് നമ്മുടെ ഇന്ന് ഓടിക്കുന്ന വണ്ടി. ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, സാറിൻ്റെ കാർ കളക്ഷൻസ് ഒക്കെയാണ് ഇതൊക്കെ. കാർ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ ഉള്ളൊരു ക്രേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി മാത്രമാണ്. സോ ഇത് ചെറുപ്പം മുതലേ ഉള്ളൊരു ക്രേസാണ്. അതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും വാങ്ങി യൂസ് ചെയ്യാൻ പറ്റുന്നതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. സോ അന്നേരം GTA ഒക്കെ ഒരു ഡ്രീം കളക്ഷൻ എന്നുള്ള രീതി. GTA ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി അത് എൻ്റെ ഒരു കളക്ഷൻ എന്ന് പറയാൻ പറ്റത്തില്ല. എനിക്ക് ചെറിയ വണ്ടികളോട് അത്ര വലിയ താല്പര്യമില്ലാത്ത ആളാണ്. എൻ്റെ കയ്യിൽ ഉപയോഗിക്കുന്ന വണ്ടികളെല്ലാം കുറച്ച് വലിയ വണ്ടി. അതാണ് എനിക്ക് കുറച്ച് കംഫർട്ടബിൾ ഫീൽ ഉള്ളത്. അതുകൊണ്ടാണ് ഈ വലിയ വണ്ടികൾ കൂടുതൽ. ഇത് പെട്രോൾ, ഇത് നിസാൻ പെട്രോൾ. ഇത് അവിടെ നിന്ന് കൊണ്ടുവന്നത്. അവിടെ ഞാൻ ഉപയോഗിക്കുന്ന വണ്ടികൾ ഇടയ്ക്ക് കൊണ്ടുപോകും. ഒമാൻ്റെ രജിസ്ട്രേഷൻ. ഇവിടെ എത്ര നാളാ കാലാവധിയുള്ള? 6 മാസം. 6 months. നേരത്തെ ഞാൻ വേറെ വണ്ടി റോൾസ് റോയ്സും ബെൻലിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. സാർ ഇപ്പം ഒമാൻ ബേസ്ഡ് ആണോ? ഒമാൻ ബേസ്ഡ് ആണ്. ഹെഡ്ക്വാർട്ടേഴ്സ് ഒമാനാണ്. ഓക്കെ. മറ്റു പലയിടത്തും ബിസിനസ് ചെയ്യുന്നുണ്ട്. ശരി. മെയിൻ ബിസിനസ് ഓട്ടോമോട്ടീവ് ഫീൽഡ് തന്നെയാണ്. ഞാൻ ബേസിക്കലി ഓട്ടോമൊബൈൽ എഞ്ചിനീയറാണ്. പിന്നെ കൂട്ടത്തിൽ ഞാൻ ചെയ്യുന്ന ബിസിനസ്സുകളെല്ലാം ഓട്ടോമോട്ടീവ് റിലേറ്റഡ്. ബോഡി ഷോപ്പ്, സർവീസ് സെന്റർ, പിന്നെ അത് കൂടാതെ ഓട്ടോ പെയിന്റിന്റെ ഒരു 10ഓളം ഇന്റർനാഷണൽ ബ്രാൻഡ് നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. GCC ബോഡി പെയിന്റ് അങ്ങനെയുള്ള വണ്ടിയുടെ പെയിന്റുകളാണ് കൂടുതൽ. പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു ഓൺ ബ്രാൻഡ് ഉണ്ട്, SP എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ്. അതിന്റെ പ്രൊഡക്ഷൻ ഈജിപ്തിലാണ്. ഇത് സത്യം പറഞ്ഞ ഇതിന്റെ മോക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചാണ്. ACCA കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ഗിഫ്റ്റ് എന്നുള്ള നിലയിൽ ഒരു വണ്ടി കൊടുക്കണമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ ഇങ്ങനെ യാദൃശ്ചികമായിട്ട് ഇങ്ങനെ പറഞ്ഞാണ് ഒരു 150 വെഹിക്കിൾസ് വരുന്നുണ്ട് ഇതുപോലെ ലിമിറ്റഡ് എഡിഷൻ ആയിട്ട്. നമുക്ക് ഡ്രൈവ് ചെയ്ത് സംസാരിച്ചാലോ? ഓക്കെ, വാ. ഉച്ചയായതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ട്. റിമോട്ട് കൺട്രോളാ. ചൂട് പിന്നെ ഞങ്ങള് പുനലൂരുകാർക്ക് പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ ചൂട്. അതുകൊണ്ട് ഞങ്ങള് ഗൾഫിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾക്കത് തീരെ ഞങ്ങൾക്കത് എഫക്ട് ചെയ്യാത്തത് പുനലൂരുകാരായതുകൊണ്ടാണ്. ഞാൻ 93 പോകുന്നത് ഗൾഫിൽ. അപ്പോൾ ആ സമയത്തൊക്കെ ഇവിടുന്ന് ഏതാണ്ട് ജൂലൈ സ്റ്റാർട്ടിങ്ങിലാണ് പോകുന്നത്. ജൂലൈ 6 പോകുന്നത്. ആ സമയത്ത് ഗൾഫിലെ ചൂടറിയാലോ, ടിക്കറ്റ് ചൂടല്ലേ. സോ നമ്മൾ ഇവിടത്തെ ചൂടാണ്. നാട്ടിൽ പൊതുവെ ഹ്യൂമിഡിറ്റി കൂടുതലാണ്. ഹ്യൂമിഡിറ്റി അവിടെ ഒരു വർഷത്തിൽ ഒരു 10-20 ദിവസം അത്ര ഹ്യൂമിഡിറ്റി വരുള്ളൂ. നമുക്ക് അവിടെ കുറച്ചുകൂടെ ഡ്രൈ ആയിരിക്കും. സോ ഫസ്റ്റ് കാറൊക്കെ ഏതായിരുന്നു? ഞാൻ ആദ്യം വാങ്ങുന്ന വണ്ടി എന്ന് പറയുന്നത് ഹുണ്ടായുടെ XL എന്ന് പറഞ്ഞൊരു മോഡൽ. ഞാൻ അതിനെക്കുറിച്ചൊക്കെ കുറച്ച് എഴുതണമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നുണ്ട്. ഞാൻ കുറച്ചൊക്കെ ഈ ഇങ്ങനെ നമ്മുടെ ജീവിത വഴികളിലുണ്ടായ സംഭവങ്ങളൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ എഴുതുന്ന ആളാണ്. അതുകൊണ്ട് അങ്ങനെ ഒന്ന് എഴുതണമെന്ന് വിചാരിച്ചു വെച്ചിരുന്നു. XL ആ വണ്ടിയൊന്നും ഇന്നില്ല, മോഡലുകളൊന്നും ഇല്ല. അത് ഞാൻ വാങ്ങുന്നത് 95 ഗൾഫിൽ വെച്ചിട്ട് വാങ്ങിക്കുന്നത്. പിന്നെ അതിനുശേഷം ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും മാക്സിമം ഞാൻ വാങ്ങി ഉപയോഗിച്ചിട്ടുള്ളതിൻ്റെ ഓൾമോസ്റ്റ് വണ്ടികളെ വാങ്ങി. പിന്നെ അത് കൂടാതെ ഞങ്ങൾക്ക് ഈ ബോഡി ഷോപ്പ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രീമിയം കാർസൊക്കെ ഒത്തിരി ചെയ്യുന്നതാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ വാങ്ങാത്ത വാഹനങ്ങളും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സത്യത്തിൽ ഇത് യാദൃശ്ചികമായിട്ടാണ് ഇത് ഞങ്ങൾ വാങ്ങുന്നത്. ഈ വണ്ടി വാങ്ങിക്കുന്നത് യാദൃശ്ചികമായിട്ടാണ്. പിന്നെ ഞാൻ ഈ വണ്ടി കാണുമ്പോൾ ഈ പറഞ്ഞ കണക്ക് ഇത്രയും 70 lakhs വണ്ടി ഉണ്ടോ എന്നൊക്കെ ആദ്യം തോന്നിയായിരുന്നു. വണ്ടിയുടെ സൈസ്. അതെ, പിന്നീട് അറിഞ്ഞത് അതൊരു സ്പെഷ്യൽ എഡിഷൻ ആയിട്ടാണ്. ഇത്ര ലിമിറ്റഡ് വെഹിക്കിൾസേ ഉള്ളൂ. അപ്പോൾ അന്വേഷിച്ചപ്പോഴത്തേക്ക് പിന്നെ ഓൾമോസ്റ്റ് വണ്ടി ബുക്കിംഗ് കഴിഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ വേറെ കുറച്ച് വഴികളിലൂടെ ഞങ്ങളത്
ഞങ്ങൾക്ക് ഒരെണ്ണം കിട്ടി. 149ാമത്തെ വണ്ടിയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ബാഡ്ജിങ് വല്ലതും ഉണ്ടോ? ഇത്രാമത്തെ ആണോ? 149ാമത്തെ വെഹിക്കിളാണ് അവര് ഞങ്ങൾക്ക് ഡെലിവറി ചെയ്യുന്ന സമയത്ത് പറഞ്ഞത്. 149. ഇനി ഒരു വെഹിക്കിളൂടെ ഉള്ളൂ ഡെലിവറി കൊടുക്കാന്ന് പറഞ്ഞു. കൊച്ചിയിലായിരുന്നോ ഡെലിവറി? ഒരുപാട് വെഹിക്കിൾ. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് എനിക്ക് ഇച്ചിരി തിരക്കായിരുന്നുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ ഡെലിവറി എടുത്തത്. ഇവിടെ കൊണ്ടുവന്ന് ഡെലിവറി എന്നാ. ഇതിപ്പം കൊല്ലം ഷോറൂം. കൊല്ലം ഷോറൂമിൽ. ശരി ശരി. സൂപ്പർ കാർസിനോടൊക്കെ താല്പര്യമുണ്ടോ? സൂപ്പർ കാർസ് എന്താന്ന് വെച്ചാല് എനിക്ക് ആദ്യകാലം മുതലേ എനിക്ക് കുറച്ച് വലിയ വണ്ടികളോടാണ്. SUV ടൈപ്പാണ് ഞാൻ കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് എൻ്റെ കയ്യിലുണ്ടായിരുന്ന വണ്ടി പല മോഡലുകൾ ഉപയോഗിച്ചിട്ടുള്ളത് ലാൻഡ് ക്രൂസറാണ്. പിന്നെ ഹമ്മർ, ഓഡി Q7, BMW X5, പിന്നെ നിസാൻ പെട്രോൾ. ഇപ്പൊ ഈ കാർനെറ്റ് വഴി കൊണ്ടുവരുന്നതിന് നമുക്ക് വാലിഡിറ്റി എത്ര നാളത്തേക്കാ? 6 months ആണ് അവർ അലോ ചെയ്യുന്നത്. അവിടെ നിന്ന് നമുക്ക് കൊണ്ടുവരുമ്പോൾ അവര് 1 year പറയുന്നുണ്ട്. ഒമാൻ ഗവൺമെന്റ് ആയാലും UAE ആണല്ലേ, എന്റെ മറ്റു വെഹിക്കിൾസ് ഒക്കെ UAE രജിസ്ട്രേഷൻ, അതൊക്കെ എല്ലാം 1 year ആണ് അവര് തരുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് 6 months ഇവർ അലോ ചെയ്യുള്ളൂ. 6 months നമ്മൾ റിട്ടേൺ കൊണ്ടുപോകണം. പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഇവിടെ സറണ്ടർ ചെയ്യണം, കാര്യം മിസ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടി. കുറെ റൂളുണ്ട്. പിന്നെ ഞാനും മകളും ഞങ്ങൾ രണ്ടുപേരുടെയും കൂടെ പേരിലാണ് കൊണ്ടുവരുന്നത്. അപ്പൊ ആരെങ്കിലും ഒരാള് ഇവിടെ ഉണ്ടാവും. ഒരാൾക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ആരാണോ കൊണ്ടുവരുന്നത് അവർക്ക് മാത്രമേ അവിടെ കൊണ്ടുവരുന്ന വണ്ടികൾ ഡ്രൈവ് ചെയ്യാം. അല്ലെങ്കിൽ ഒരാളെ കൂടെ നമുക്ക് ആഡ് ചെയ്യാം, ഡ്രൈവറായിട്ടോ ആഡ് ചെയ്യുന്ന ആൾ. അതിപ്പോ നമ്മളെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ റൂളാണോ നമ്മൾ അവിടെ ചെയ്തിട്ടാണോ? അത് അവിടെ ചെയ്തിട്ട് വരണ്ട. അത് കാർനെറ്റ് റൂളാണ്. ആ റൂൾ എല്ലാവരും ഫോളോ ചെയ്യുന്നു. ഞാനീ പറഞ്ഞൊക്കെ ഒരുപാട് പേര് പലതവണ ഇങ്ങനെ വെഹിക്കിളിനെ കുറിച്ചൊക്കെ, എനിക്ക് വെഹിക്കിളിനെ കുറിച്ച് വലിയ ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. അപ്പോൾ ഇങ്ങനെ ഇന്റർവ്യൂ എടുക്കാനും എൻ്റെ മറ്റു വണ്ടികൾ ഞാൻ പുറത്തുനിന്ന് കൊണ്ടുവന്നപ്പോഴൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും ഞാനൊരു ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല. അവര് തന്നെ വന്ന് അവര് റിവ്യൂ എടുത്ത് പോവുക എന്നുള്ളതേ ഉള്ളൂ. കാരണം നമ്മൾ ചിലപ്പോൾ ഇത് നമ്മൾക്ക് വണ്ടിയോടുള്ള ഇൻട്രസ്റ്റ് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പം ചെയ്യുന്നത്. ഞാനെന്നല്ല, പലരും ചെയ്യുന്നത്. പക്ഷെ അതിനകത്ത് നെഗറ്റീവ്, ഒരു ആവശ്യമില്ലാത്ത നെഗറ്റീവ് കമന്റുകൾ ഒരുപാടുണ്ട്. എന്തിനാണ് പിന്നെ വെറുതെ ഒരു നെഗറ്റീവ് നമുക്കെന്ന് വെച്ചിട്ട് ഞാൻ ഈ കാര്യങ്ങൾക്കൊന്നും, അതുകൊണ്ടാണ് നിങ്ങൾ വന്നപ്പോഴും പറഞ്ഞത് നിങ്ങൾക്ക് അങ്ങ് എടുത്താൽ പോരെന്ന് ഞാൻ ചോദിച്ചത്. അതുകൊണ്ടാണ്. അത് പിന്നെ ആൾക്കാർക്ക് യൂഷ്വലി ഉള്ളതാണല്ലേ. അതെ. ഇല്ല, വണ്ടിയുടെ കാര്യത്തില് വണ്ടി എന്ന് പറയുന്നത് എപ്പോഴും ഒരു ക്രേസ് ആണ്. വണ്ടിയോട് ക്രേസ് ഉള്ളവർക്ക് അത് മനസ്സിലാവും നമ്മൾ പറയുന്നത് എന്താണെന്നും, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു റിവ്യൂ കൊടുത്തതെന്നും, അല്ലെങ്കിൽ ഇതിന്റെ കാര്യങ്ങൾ അറിയാത്ത 10 പേരിലേക്ക് എത്തിക്കുന്ന അതിന്റെ ഒരു പോസിറ്റീവ് വശം കണ്ടിട്ടൊക്കെ ആയിരിക്കും ചെയ്യുക. പക്ഷെ വണ്ടിയോടുള്ള ഭ്രമമുള്ളവർക്ക് മനസ്സിലാവും. ഇപ്പൊ തന്നെ എന്നോട് പലരും ചോദിക്കുന്നവരുണ്ട്, എന്തിനാ ഇത്രയും വണ്ടി എന്ന് ചോദിക്കുന്നവരുണ്ട്. പക്ഷെ അപ്പൊ അവരോടൊക്കെ ഞാൻ പറയട്ടെ, എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലും ഒരു വീക്ക്നെസ് കാണില്ല. ഇത് എന്താ പറയുക, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്തൊരു വീക്ക്നെസ് ആണ്. നമുക്ക് കുഴപ്പമില്ലല്ലോ, അല്ലേ? നമ്മളെ മാത്രം എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമല്ലേ. അതുകൊണ്ട് പിന്നെ നമ്മൾ 2-3 വണ്ടിയൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഒരു ചൊറിച്ചിലുണ്ടാവും. അത് സ്വാഭാവികമാണ്. അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അല്ല, നമ്മളിപ്പം വാഹനം എടുക്കുന്നതായാലും മറ്റുള്ള കാര്യങ്ങൾ സ്പെൻഡ് ചെയ്യുമ്പോഴേ, ആ സ്പെൻഡ് ചെയ്യുന്നത് പലയിടത്തല്ലേ എത്തുന്നത്. ആ പണം പലയിടത്താണ് എത്തുന്നത്. അപ്പൊ സ്പെൻഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവർ സ്പെൻഡ് ചെയ്യുമ്പോഴാണ് അതുകൊണ്ട് ആളുകൾക്ക് ഗുണം ഉണ്ടാവുക. ഏതെങ്കിലും രീതിയിൽ ആർക്കെങ്കിലും ഒക്കെ ഉപകരിക്കുമല്ലോ. ഞങ്ങളുടെ ചൂടിന്റെ കൊണ്ടാണ് അതല്ലേ മോരും വെള്ളം ഫ്രീ ആയിട്ട് മുനിസിപ്പാലിറ്റി ഓരോ ജംഗ്ഷനുകളിലും കൊടുക്കുന്നുണ്ട്. വണ്ടി നല്ല പവർഫുൾ ആണ്. വണ്ടി പവർഫുൾ ആണ്. സഡൻ പുള്ളിങ് ഉണ്ട്. പിന്നെ കുറച്ച് കൺട്രോൾ ചെയ്ത് ഓടിക്കുക എന്നുള്ളതേ ഉള്ളൂ. കാരണം കാല് കൊടുത്ത സാധാരണ വണ്ടികളെക്കാട്ടി കൂടുതൽ ഭയങ്കര പിക്കപ്പ് പോകുന്നുണ്ട്. ആക്ച്വലി വെളിയിൽ നിന്നുള്ള അതേ മോഡല് ശരിക്കും പറഞ്ഞാൽ അത് UK സ്പെക്കാണ്. UKക്ക് വേണ്ടി നിർമ്മിച്ച സ്പെക്കാണ്. അതുകൊണ്ട് ഒറ്റ മോഡലേ ഉള്ളൂ. അവര് അതിൽ 150 വെഹിക്കിൾ മാത്രമാണ് ഇവർ ലിമിറ്റഡ് എഡിഷൻ. അതുകൊണ്ടാണ് ഇതിന് കുറച്ച് ഡിമാൻഡ് കൂടിയത്. കേരളത്തിൽ ഓൾമോസ്റ്റ് സിനിമാ നടന്മാരെല്ലാം ഒരുപാട് പേര് 150 ഓൾമോസ്റ്റ് 10-70 എണ്ണം കേരളത്തിൽ തന്നെയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു സിംഗിൾ വെഹിക്കിൾ യൂസ് ചെയ്യുന്ന ഒരാളിന് ഒരിക്കലും ഒരു ആപ്റ്റായ വണ്ടിയല്ലത്. കാരണം ഇത് നമുക്ക് അങ്ങനെ ഒരു റെഗുലർ യൂസിനൊന്നും പറ്റുന്ന വണ്ടിയല്ല. ഒന്ന് ഹൈറ്റ് തീരെ, റോഡ് ക്ലിയറൻസ് വളരെ കുറവാണ്. പിന്നെ ഫ്യൂൽ കൺസപ്ഷനും കൂടുതലാണ്. 4 കിലോമീറ്ററൊക്കെ
ഇത് മൈലേജ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതൊക്കെ കൊണ്ട് ഒരു റെഗുലർ യൂസിന് പറ്റില്ല. പല വാഹനങ്ങളുള്ളവർക്ക് ഒരു ഇതായിട്ട് ഇട്ടേക്കാണ്. വലിയ ട്രാഫിക് ഇല്ലാതെ നമ്മൾ കൊല്ലൂർ ടൗണിൽ നിന്ന് ക്രോസ് ചെയ്തു. സാധാരണ നല്ല ട്രാഫിക് അത്യാവശ്യം നല്ല, ഇന്ന് സൺഡേ ആയതുകൊണ്ടായിരിക്കും കുറച്ച് കുറഞ്ഞു നിന്നത്. സോ അപ്കമിങ് കാർ പ്ലാൻസ് ഏതൊക്കെയാണ്? അപ്കമിങ് കാർ പ്ലാൻസ് എന്ന് പറയുന്നത് ഞാൻ വർഷത്തിലൊരു വണ്ടി അങ്ങനെയാണ് ഞാൻ എടുക്കാറ്. ഏതെങ്കിലും ഒരു വണ്ടി എടുക്കും, അവിടെയാണേലും ഇവിടെയാണേലും. ഇപ്പം പിന്നെ നിലവിൽ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും പിന്നെ യൂസ് ചെയ്യാൻ ഒരുപാട് വണ്ടികളായി നമുക്ക് യൂസ് ചെയ്യാൻ പാടല്ലേ, എല്ലാത്തിലോട്ടും എത്തത്തില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഞാനൊരു നാട്ടിലിപ്പോൾ ഒരു 5 വണ്ടി എന്നുള്ളൊരു കണക്കിലാണ് വെച്ചിരിക്കുന്നത്. അതിൽ കൂടുതൽ വെക്കാറില്ല. അവിടെയാണെങ്കിലും അതുപോലെ തന്നെ ഒരു 4-5 വണ്ടി. അന്നേരം വരുന്ന മോഡലുകളിൽ നല്ല ഏതെങ്കിലും വണ്ടികൾ വരുമ്പോൾ ഏതെങ്കിലും പഴയതൊരെണ്ണം കൊടുക്കുക, എടുക്കുക എന്നുള്ള രീതിയാണ് ഇപ്പം പോകുന്നത്. ഇനിയിപ്പോൾ കള്ളിനാനാണ് ഇപ്പം ഒരെണ്ണം ബുക്ക് ചെയ്തിട്ടുള്ളത്. അതിനിപ്പോൾ അടുത്ത വർഷം അവിടെ എടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇപ്പോൾ ലാസ്റ്റ് ഇയറാണ് ഞങ്ങൾ റേഞ്ച് റോവറിൻ്റെ ഓട്ടോബയോഗ്രഫി എടുത്തത്. ഇപ്പം നാട്ടിലെയും അവിടുത്തെ ഒരു ഓണർഷിപ്പ് എക്സ്പീരിയൻസ് വെക്കുമ്പം എവിടെയാണ് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത്? നാട്ടില് എനിക്ക് സത്യം പറഞ്ഞാൽ രണ്ടിടത്തും ഡ്രൈവ് ചെയ്യുന്നതിന് എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. കാരണം നമ്മൾ ഡ്രൈവിംഗ് എപ്പോഴും ചെയ്യും ഇൻട്രസ്റ്റോട് കൂടി. ഇതെന്നല്ലല്ലോ, എന്ത് കാര്യം നമ്മൾ ഇൻട്രസ്റ്റോട് കൂടി ചെയ്താൽ നമുക്കതൊരു ബേഡനായിട്ട് തോന്നില്ല. ആ കൺസെപ്റ്റ് തന്നെയാണ്. പിന്നെ നാട്ടിലെ റോഡൊക്കെ ഒരുപാട് മാറിപ്പോയില്ലേ, പണ്ടത്തെ പോലൊന്നുമല്ലല്ലോ. വളരെ ചുരുങ്ങിയ ചില ചെറിയ ചെറിയ വാർഡുകളിലുള്ള റോഡുകൾ വെച്ച് ബാക്കി റോഡുകളെല്ലാം പെർഫെക്റ്റ് ആയില്ലേ. അതുകൊണ്ട് ഡ്രൈവിങ് ഇപ്പോൾ ഹൈവേയുടെ വർക്ക് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമുക്ക് MC റോഡിലേക്ക് റഷൊക്കെ കുറയും. മലയോര ഹൈവേ ആണെങ്കിലും നമുക്ക് എറണാകുളത്തിനോട്ടൊന്ന് പോകുന്നതിനൊക്കെ വളരെ സൗകര്യം. നല്ല വണ്ടികൾ വയ്ക്കുമ്പോൾ നല്ല റോഡും കൂടി ഇല്ലെങ്കിലേ അപ്പോൾ വലിയൊരു മാറ്റം വരുന്നുണ്ട്. പിന്നെ നമ്മളെപ്പോഴും കമ്പയർ ചെയ്യുന്നത് അയൽ സംസ്ഥാനങ്ങളെയൊക്കെ വെച്ചിട്ടല്ലേ കമ്പയർ ചെയ്യുന്നത്. ഇപ്പൊ എനിക്ക് തമിഴ്നാടിനെക്കാട്ടി ബെറ്റർ റോഡ്സ് കേരളത്തിലുണ്ട്. തമിഴ്നാടിനെക്കാട്ടി ബെറ്റർ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ടല്ലോ. ഒരു റോഡിന്റെ വർക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 70% വിജനമായ സ്ഥലത്തൂടെ ആയിരിക്കും ആ റോഡ് പോകുന്നത്. അപ്പൊ അത് സ്ഥലം ഏറ്റെടുക്കുന്നതിനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും പ്രശ്നമില്ല. പക്ഷെ നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിന് തന്നെ സൈഡ് ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ ഒരു റോഡ് ഡെവലപ്മെന്റ് വരുമ്പോൾ അത്രയും വസ്തു എടുക്കണം. പിന്നെ വലിയ വലിയ വീടുകൾ അല്ലെങ്കിൽ ബിൽഡിങ്ങുകൾ ഇതിനൊക്കെ വലിയ എമൗണ്ടുകൾ കൊടുത്തേ നമുക്ക് ലാൻഡ് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഒരുപാട് കിടക്കുന്നത് കൊണ്ടാണ് നമുക്ക് നമ്മുടെ ഡെവലപ്മെന്റ് എപ്പോഴും സ്ലോ ആവുന്നത്. അതർവൈസ് നമ്മുടെ ഒരു നാടിന്റെ രീതി അനുസരിച്ച് നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്യുമ്പോഴേ നമ്മൾ പ്രീവിയസ്ലി എങ്ങനെയായിരുന്നു ഇപ്പൊ എങ്ങനെയായിരുന്നു എന്ന് കമ്പയർ ചെയ്യണം. അപ്പൊ നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. ഇപ്പൊ പലരും കമ്പയർ ചെയ്യുന്നത് അങ്ങനെയല്ല. പലരും കമ്പയർ ചെയ്യുന്നത് തമിഴ്നാട് നോക്കൂ, കർണാടക നോക്കൂ, അല്ലെങ്കിൽ ബോംബെയിലെ റോഡ് നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ പ്രീവിയസ് സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു, അതിൽ നിന്ന് എന്താണ് ഇപ്പൊ മാറ്റം വന്നത്? അതിൽ നിന്ന് ഒരുപാട് മാറ്റമുണ്ട്. കാര്യം ചെറിയ ചെറിയ സ്ഥലങ്ങളിലെ ചെറിയ റോഡുകൾ പോലും നമ്മൾ നോക്കിയാലേ വളരെ നല്ല സ്റ്റാൻഡേർഡോട് കൂടിയല്ലേ ചെയ്യുന്നത്. മറ്റേ നമുക്കിപ്പോ ഒരു റോഡ് വർക്ക് കഴിഞ്ഞാൽ ചാടിയല്ലേ പോകാൻ പറ്റുമായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറി. നൂതന സംവിധാനങ്ങളിലൂടെയാണ് ചെറിയ റോഡുകൾ പോലും ചെയ്യുന്നത്. പിന്നെ കാലാവധി കൂടുതൽ കിട്ടുന്നുണ്ട്. പണ്ടത്തെ പോലെ അല്ല എല്ലാ വർഷവും റോഡ് പണിയുന്നുള്ളൊരു സംവിധാനം മാറി. അഡാസ് വരുന്നുണ്ടല്ലേ ഇതിന്? സ്റ്റിയറിംഗിൽ നമ്മള് ഇങ്ങോട്ടൊരു പിടുത്തം വരുന്നുണ്ട് ലൈൻ ഉള്ളപ്പോ. നമ്മളിങ്ങനെ ക്രൂസ് ചെയ്ത് പോവാനൊക്കെ നല്ലതാ. പക്ഷെ നമുക്കത് നമ്മുടെ റോഡിലൊന്നും ക്രൂസ് ചെയ്ത് പോകാൻ പറ്റുന്ന റോഡൊന്നും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഓടിക്കാന്നുള്ളേ ഉള്ളൂ. പിന്നെ അങ്ങനെ ഈ ഓവർ സ്പീഡിനോടൊന്നും വലിയ താല്പര്യം ഇല്ലാത്ത ആളാണ് ഞാൻ. വളരെ കെയർഫുൾ ആയിട്ട് വാഹനം ഓടിക്കുക എന്നുള്ളതാണ്. സ്പീഡ് ലിമിറ്റിനപ്പുറത്തോട്ടൊക്കെ വളരെ അപൂർവമായിട്ടൊക്കെ ഡ്രൈവ് ചെയ്യാറുള്ളൂ. നമ്മളിത് സ്പോർട്സ് മോഡ് ഒന്ന് ഇട്ട് നോക്കിയതാണ്. വണ്ടി നല്ല നല്ല സംവിധാനം തന്നെയാണ് കേട്ടോ. ഓടിക്കുമ്പോഴേ പഠിക്കാനൊക്കെ നല്ല. ഞാൻ വളരെ കുറച്ചേ ഓടിയിട്ടുള്ളൂ. മകള് തന്നെയാണ് ഓടിക്കാറ്, യൂസ് ചെയ്യാറ് കൂടുതൽ.
ആക്ച്വലി ഇപ്പൊ 8 കിലോമീറ്റർ 9 കിലോമീറ്റർ മൈലേജ് ഇപ്പൊ കാണിക്കുന്നത്. അത് ചില സമയത്ത് കാണിക്കും, പക്ഷെ ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 4 അല്ലേ മാക്സിമം 5, അത് കൂടുതൽ കിട്ടത്തില്ല. പിന്നെ ഇത് എപ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോഴേ നമ്മൾ നോർമലി ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന ഒരു രീതിയിലായിരിക്കില്ലല്ലോ ഡ്രൈവ് ചെയ്യുന്നത്. പെട്ടെന്ന് നമ്മൾ കാല് കൊടുക്കും, പെട്ടെന്ന് റൗണ്ട് ചെയ്യും, പെട്ടെന്ന് ചവിട്ടും. സാധാരണ നോർമൽ ഡ്രൈവിംഗിൽ ഒരു വാഹനം നമ്മൾ RPM-ന്റെ ലെവലൊക്കെ കറക്റ്റ് ചെയ്ത് ഏത് RPM-ലാണ് നമുക്ക് കൂടുതൽ ഫ്യൂല് കിട്ടുക, അതൊക്കെ കൂടുതൽ മാനേജ് ചെയ്ത് അങ്ങനെയൊക്കെയല്ലേ ഡ്രൈവ് ചെയ്യുക. പക്ഷെ ഇത്തരം വെഹിക്കിളൊന്നും അങ്ങനെ നമ്മൾ നോക്കില്ലല്ലോ. എന്തൂസിയാസ്റ്റ് കാറായിട്ട് അതെ. ഒരു ഡ്രൈവിംഗ് കൾച്ചറിനെ പറ്റി എന്താ പറയാ? പല സ്ഥലത്തൊക്കെ ഡ്രൈവിംഗ് കൾച്ചർ അതെനിക്ക് എപ്പോഴും തോന്നുന്നത് നല്ലൊരു ചോദ്യം കേട്ടോ. ഞാൻ ഇവിടെ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും ഞാനത് ചിന്തിക്കുന്നതാണ്. നമ്മള് റോഡുകളൊക്കെ എല്ലാം നല്ല റോഡുകൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഡ്രൈവിംഗ് കൾച്ചറിൽ നമ്മൾ സീറോയാണ്. ഇപ്പൊ തന്നെ അടുത്ത ദിവസം ഞാൻ ഒരു ലോങ് ഡ്രൈവ് പോയിട്ടുണ്ടായിരുന്നു മാംഗ്ലൂര്. അപ്പൊ നമുക്ക് ഈ 6 വരി പാത, പിന്നെ സൈഡിലൂടെ പാരലൽ റോഡ് 2 4 വരി 10 വരി പാതയൊക്കെ ഉണ്ട്. പക്ഷെ ഇത് എങ്ങനെ ഡ്രൈവ് ചെയ്യണം എന്നുള്ളത് ഇപ്പോഴും ആർക്കും അറിയില്ല. ലൈസൻസ് വരുമ്പോഴേ അല്ലെങ്കിൽ എടുക്കുമ്പോഴേ അത് ടീച്ച് ചെയ്യുന്നില്ല. നമ്മൾ അൺവാണ്ടഡ് ആയിട്ട് ഒരുപാട് പരസ്യങ്ങൾക്ക് വേണ്ടി മിക്കവാറും ഉള്ള ന്യൂസ് പേപ്പറിന്റെ ഒക്കെ ഫ്രണ്ട് പേജ് ഫുള്ള് യൂസ് ചെയ്യാറുണ്ട്. അത്തരം പേജുകളിൽ ഇങ്ങനെയുള്ള കുറച്ച് പരസ്യങ്ങൾക്കും കുറെ ആളുകൾക്ക് കുറെ അവയർനെസ് കൊടുക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചാൽ ഒരുപാട് നന്നായിരിക്കും. കാരണം നമ്മളിപ്പോ ഈ ലോങ് ഒക്കെ പോകുമ്പോൾ നമുക്കറിയാം, നമ്മൾ അത്യാവശ്യം 120 കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കാവുന്ന ഒരു റോഡിൽ കൂടി നമ്മൾ പോകുമ്പോൾ അവിടെ ഒരു 70 കിലോമീറ്റർ 60 കിലോമീറ്റർ സ്പീഡിൽ 3 ട്രാക്കിൽ ഒരേപോലെ ഒന്നിൽ ട്രക്ക് പോകുന്നുണ്ടാവും, അതല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഉണ്ടാവും. സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാത്ത വരെ ഈ പറയുന്ന ഹൈ സ്പീഡ് ട്രാക്കിലൂടെ പോവുള്ളൂ, അറിയില്ല. ഇടതുവശത്തൂടെ വലിയ വാഹനങ്ങൾ പോകണമെന്ന് പറഞ്ഞാൽ അവരും ഫസ്റ്റ് ട്രാക്കിലൂടെ പോകുള്ളൂ. സ്കൂട്ടർ ആണേലും ഒന്നും ഒരു ഡ്രൈവിംഗ് കൾച്ചർ എന്ന് പറയുന്നതിൽ വളരെ മോശം എന്ന് പറഞ്ഞാൽ വെറും സീറോയാണ്. ഇപ്പൊ പിന്നെ ഒരു പരിധി വരെ ഈ ചെറിയ വാഹനങ്ങളിൽ നോർമലി ഇപ്പൊ കാറുകൾ യൂസ് ചെയ്യുന്നവർക്ക് ഒരു പരിധി വരെ ട്രാഫിക് നിയമങ്ങളെ കുറിച്ച് കുറച്ചൊക്കെ ധാരണയുണ്ട്. കാരണം ഇപ്പം നമ്മളിപ്പോൾ ലോങ് ഡ്രൈവിനൊക്കെ പോകുന്ന സമയത്ത് ഇപ്പോൾ ഒരു ഹൈ സ്പീഡ് ട്രാക്കിൽ ഒരു കാറാണ് പോകുന്നത്, നമ്മൾ പറയുന്നത് ലൈറ്റ് അടിക്കോ ഹോൺ അടിക്കോ ഇത് അന്നേരം തന്നെ മാറ്റുന്നുണ്ട്. പക്ഷെ എനിക്ക് ട്രക്ക് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു രക്ഷയില്ല. ട്രക്ക് യൂസ് ചെയ്യുന്നവരാണ് ഒരു രക്ഷയില്ലാത്ത. 3 ട്രാക്കിൽ ഒരേപോലെ 40-50 കിലോമീറ്റർ സ്പീഡിൽ ഇങ്ങനെ പോകും. പുറകിൽ ഇങ്ങനെ വളരെ ലെങ്തിൽ ഒരു 10, 15, 20 വണ്ടികൾ ഇങ്ങനെ പുറകിലുണ്ടാവും. പിന്നെ അതുപോലെ നമുക്ക് ഒരു 120 കിലോമീറ്റർ സ്പീഡിൽ പോകാം എന്ന റോഡിൽ പോലും നമുക്ക് പോകാനൊരു ഭയമാണ്. കാര്യം ലെഫ്റ്റിൽ നിന്ന് എപ്പോഴാണ് റൈറ്റിലോട്ട് ആള് ട്രാക്ക് ചേഞ്ച് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. കാര്യം മുമ്പിൽ പോകുന്ന വണ്ടിക്ക് എപ്പോൾ വേണേലും തിരിയാമെന്നുള്ളൊരു ധാരണയിലാണ് പലപ്പോഴും ഈ ആളുകൾ ഡ്രൈവ് ചെയ്യുന്നത്. അതൊരു വലിയ വിഷയമാണ്. നമുക്ക് റോഡുകൾ വലിയ റോഡുകളാകുമ്പോൾ ട്രാഫിക് നിയമങ്ങളൂടെ പ്രോപ്പറായിട്ട് പാലിക്കുകയാണെങ്കിൽ നമുക്ക് അതുകൊണ്ട് കൂടുതൽ പ്രയോജനം കിട്ടും. കാര്യം നമ്മളിപ്പം പെട്ടെന്ന് യാത്ര ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണല്ലോ ഈ റോഡുകൾ, വലിയ റോഡുകളും നല്ല റോഡുകളും ഉണ്ടാവുന്നത്. അപ്പോൾ പെട്ടെന്ന് യാത്ര ചെയ്യാനുള്ളൊരു സൗകര്യം അവിടെ ഉണ്ടാവണം. അത് പലപ്പോഴും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഇവിടെ നിന്നല്ല, ഏത് സ്റ്റേറ്റിൽ പോയാലും ആ അവസ്ഥയ്ക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ആളുകൾ ഇടത്തൂടെ ഓവർടേക്ക് ചെയ്ത് വലത്തൂടെ ഓവർടേക്ക് ചെയ്ത് അങ്ങോട്ട് കയറി ഇങ്ങോട്ട് കയറി ഇങ്ങനെ ഓടിച്ച് പോവാന്നുള്ളതേ ഉള്ളൂ. ഇപ്പം നമ്മുടെ നാട്ടില് എല്ലാവരും അങ്ങനെ അങ്ങ് പോവാന്നുള്ളതല്ലാതെ നമ്മൾ ആദ്യത്തെ 2 ദിവസമൊക്കെ ഇപ്പൊ ഞാൻ ഗൾഫിൽ നിന്ന് വരുന്നതിന്റെ അന്ന് മുതൽ തന്നെ ഇവിടുത്തെ വണ്ടി ഉപയോഗിക്കുന്ന ആളാണ്. എയർപോർട്ടിൽ നിന്ന് തന്നെ ഡ്രൈവ് ചെയ്ത് വരുന്ന ആളാണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ 2 ദിവസം നമുക്ക് ഭയങ്കര കെയർ ആയിരിക്കും. ഇടത്തൂടെ ഓവർടേക്ക് ചെയ്യില്ല, പിന്നെ ആവശ്യമില്ലാതെ ഹോൺ അടിക്കില്ല. റോഡില് ഇപ്പം എന്താ പറയണ പെഡസ്ട്രിയൻ ക്രോസിംഗിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി നിർത്തി കൊടുക്കും. ഇതൊരു 2 ദിവസത്തേക്കുള്ള പരിപാടിയേ ഉള്ളൂ. അത് കഴിയുമ്പോൾ നമ്മൾ ഇവിടുത്തെ സ്റ്റൈലിലേക്ക് മാറിയില്ലെങ്കിൽ നമുക്ക് ഓടിക്കാൻ പറ്റില്ല. ഒന്ന്, നമ്മളിപ്പോ വണ്ടി നിർത്തി കൊടുത്താൽ പോലും സീബ്ര ലൈനില് വണ്ടി നിർത്തി കൊടുത്താൽ പോലും ആളുകൾ ക്രോസ് ചെയ്യില്ല. അവര് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കും. കാരണം അവർക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. ഒരു വണ്ടി ഓടിച്ചു വരുന്ന ഒരാളെ നിർത്തി കൊടുത്തിട്ട് ക്രോസ് ചെയ്യുന്ന എക്സ്പീരിയൻസ് ഇല്ല. പിന്നെ ഈ പറയുന്ന പോലെ ഇടതുകൂടെ ഓവർടേക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഈ പറയുന്ന പോലെ അവരുടെ പുറവെ ചിലപ്പോൾ ഒരു 10 കിലോമീറ്റർ പോയാലും ഈ
മാറ്റി തന്നെന്ന് വരത്തില്ല. ഇല്ല, സ്ലോ ചെയ്ത് പോകുന്നവർക്കും ആ ഒരു ഇതില്ല. ഇല്ല, നമ്മളൊരു 2 ഹോണോ 4 ഹോണോ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ചീത്ത വിളി കേൾക്കേണ്ടി വരും. എന്തുവാടാ നിന്റെ അപ്പന്റെ റോഡാണോ ഒക്കെ ചോദിക്കും. ഇതൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരും. അതുകൊണ്ട് പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി അടുത്തോടെ ഓവർടേക്ക് ചെയ്ത് പോവാന്നുള്ള ഒരു ഇതിലേക്ക് നമ്മൾ ഇന്ത്യയുടെ ഡ്രൈവിംഗ് കൾച്ചറായിട്ട് അഡാപ്റ്റ് ആവും. അത് സത്യമാട്ടോ. ഞാൻ ഒരു 56 രാജ്യങ്ങളിൽ പലതരത്തിൽ ബിസിനസ് ഡീൽ ചെയ്യുന്ന ആളാണ്. ഞാൻ എല്ലാ രാജ്യത്തും പോയാലും മാക്സിമം അവിടുത്തെ വണ്ടി അവിടെ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഒരിടത്തും നമുക്ക് ഇന്ത്യ വിട്ട് ഒരിടത്തും ഈ ഒരു കൾച്ചർ ഞാൻ കണ്ടിട്ടില്ല. ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു രീതിയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റം നെക്സ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. സോ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. എനിവേ താങ്ക്സ് ഫോർ ഫീച്ചറിങ്. നമുക്ക് വണ്ടി ഓടിക്കാൻ ഡ്രൈവ് ചെയ്യുന്നതിനും വീഡിയോയിൽ വരാൻ താല്പര്യം കാണിച്ചതിനും നന്ദി. ഓക്കെ, താങ്ക് യു.